ഞാൻ നാട്ടിൽ വരാൻ കാത്തിരിക്കുന്ന കുറച്ച് പേരിലൊരാളാണ് കേട്ടോ അത്. കഴിയുമ്പോഴൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ LKG മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണിത്, ഐശ്വര്യ. നോൺസെൻസ് ബേബി അല്ല, ടെഡി ബാർ. നമുക്കിഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ടാവും. അവർ നമ്മളെ ചുറ്റുമുള്ളപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. ടൈം എത്ര നേരം അവരുടെ കൂടെ സംസാരിച്ച് കഴിഞ്ഞാലും നമുക്ക് സമയം തികയാത്ത പോലെ തോന്നും. അങ്ങനെയാട്ടോ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ. ഇവളുടെ അച്ഛൻ പോലീസിലായതുകൊണ്ട് മാനാഞ്ചിറയുള്ള പോലീസ് ക്വാർട്ടേഴ്സിലാട്ടോ ഞങ്ങളുടെ സ്കൂൾ ടൈമിലൊക്കെ അവളുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോൾ ടൗണിൽ ഞാൻ ഇറങ്ങുകയാണെങ്കിലും അവളെ വീട്ടിൽ കയറാതെ പോകാറില്ല. നമുക്ക് മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയാൽ എൻ്റെ അമ്മ നേരെ വിളിക്കുക ഇവളെ വീട്ടിലേക്കാണ്. ഇത് ദിനേട്ടൻ കൊടുത്തു. ഇതിന്റെ യെല്ലോ ഉണ്ട്. യെല്ലോയില് ഇവിടെ പിങ്കും പൂക്കളായിട്ട്, സോറി ഹാർട്ടായിട്ട് ഏട്ടൻ എറണാകുളത്ത് വാങ്ങിച്ചു. കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, പ്രവീണ. അവൾക്ക് വരാൻ പറ്റിയില്ല. ഞാനോരോ പണിക്ക് പോകുമ്പോൾ കുട്ടൂസിനെ നോക്കാൻ ആളെ കിട്ടി. ഇതാ ഇവരുടെ ഓരോ പ്രഹസനം കണ്ടോ. ഈ ചിരി ഇവളെപ്പോൾ ചിരിക്കുമ്പോഴും പണ്ട് പ്രേതകഥ പറഞ്ഞ് ഈ ചിരി ചിരിച്ച് കുട്ടികളെ പേടിപ്പിച്ചതാട്ടോ ഓർമ്മ വരുന്നത്. ഇതാ ചിരിച്ച ഇതാ വിട നോക്ക്. അമ്മ അങ്ങോട്ടൊന്നും പോവല്ലേ, ഉരുണ്ട് വീയോയ്. ഇവിടെ 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 ദാ ദാ ബൗ 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 ബൗ. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പണ്ട് ടൗണിലുള്ള ഇവളെ വീട്ടിൽ പോകുന്ന സമയത്ത് വീട്ടിലുള്ള കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കാറ്റുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയർ. അപ്പോൾ ഇന്നും ഞങ്ങൾ ഈ ഓട്ടോയൊക്കെ കയറി പോകുന്നത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. ഞാൻ എൻ്റെ അനിയനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരസഹായം ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈയിടല്ലേ ചിക്കി, നല്ല മോനല്ലേ, ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി. അമ്മേടെ കുട്ടിക്ക് ഗ്ലാമർ കുറഞ്ഞു പോയി. പണ്ടൊക്കെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എങ്ങോട്ട് വേണമെങ്കിലും അങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങി പോകായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ മുന്നിൽ കുട്ടൂസിൻ്റെ സാധനം തന്നെ ഒരു ബാഗ് നിറയെ ഉണ്ടാവും. ഞാൻ കുറേ നാളിന് ശേഷമാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് വരുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എത്ര ഹാപ്പിയാണല്ലേ. ആന നോക്ക്, ആനേനെ കണ്ടോ? അമ്മ ആനേനെ കണ്ടോ? കാര്യമായിട്ടുള്ള വിവരമൊന്നും കുട്ടൂസിന് വന്നു തുടങ്ങിയിട്ടില്ലെങ്കിലും അവിടെ കണ്ട ഡിനോസറിനെയും ആനേനെയൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അവിടെ ക്രിസ്മസിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ ഒരു സൈഡിൽ ഞങ്ങൾ ഇരിപ്പങ്ങ് ഉറപ്പിച്ചു. എൻ്റെ അനിയനെ എനിക്കൊരു ഹെൽപ്പിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അവൻ എന്നെ കൊണ്ട് ബാഗ് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പാനിപൂരിയുള്ള കഥ ഞാൻ ഓർത്തത്. എറണാകുളത്ത് നിന്ന് ആകെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പാനിപൂരി കഴിച്ചിട്ടുള്ളൂ. നല്ലത് എവിടെ കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കഴിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ ഇവിടുന്ന് എന്തായാലും ചാട്ട് കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സൈഡിൽ കൂടെ പൊന്നുൻ്റെ കമൻട്രി നടക്കുന്നുണ്ട്. അതിനൊരു കുറവുമില്ല. അവിടെ നിന്ന നിപ്പിൽ പാനിപ്പൂരിയും മസാലപ്പൂരിയും ബേൽപൂരിയും വരിക്ക് വരിക്ക് കഴിച്ചു കിട്ടിയൊരു സംതൃപ്തി, ആഹാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. എള്ളല്ല
എല്ലാം വെട്ടി വിഴുങ്ങിയിട്ടും ഞാൻ എന്റെ കുട്ടീനെ മറന്നിട്ടില്ല ഗായ്സ്. എന്റെ കുട്ടിക്കുള്ളതെല്ലാം ജ്യൂസ് അടിച്ചിട്ടാ വന്നത്. ഇതൊക്കെ ഞാൻ എന്റെ കുട്ടീനെ മറന്നിട്ടില്ല ഗായ്സ്. ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, പറയേണ്ടതൊക്കെ അവള് പറഞ്ഞു. എവിടെ പോയാലും ഈ ഒരു ചടങ്ങ് സ്ഥിരമാണ്. ചിരിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളെ ഒരു കോമൺ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് പിന്നെ വീഡിയോയിൽ തല കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഇടുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങ് വിട പറഞ്ഞു. ഞാനും പൊന്നും കൂടെ വീട്ടിലേക്ക് തിരിച്ചു. വല്ലപ്പോഴും ആണെങ്കിലും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും സന്തോഷമൊക്കെയാണ് തരുന്നത് അല്ലേ. കൂട്ടത്തിൽ നല്ല മെമ്മറീസ്.